സജിത്, രാജ്യം കാത്തിരിക്കുന്ന ഒരു യോഗമാണല്ലോ ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? നിർണായകമായ തീരുമാനങ്ങളിലേക്ക് യോഗം പോകുമെന്നുള്ള സൂചനകൾ കിട്ടിക്കഴിഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രി യുവാക്കളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചടങ്ങിൽ പറഞ്ഞത് ലക്ഷ്യം വലുതാണ്, പക്ഷേ സമയം പരിമിതമാണ് എന്നാണ്. കൃത്യമായ സൂചനയാണല്ലോ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഏറ്റവും പുതിയ അപ്ഡേറ്റ് മഞ്ജുഷ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി വിളിച്ച യോഗം പൂർത്തിയായിരിക്കുന്നു. യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി അടക്കമുള്ളവർ പുറത്തേക്ക് വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ യോഗത്തിൽ കൈക്കൊണ്ടു കഴിഞ്ഞു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി, ഒപ്പം തന്നെ സംയുക്ത സേനാ മേധാവി, ഇതിന് പുറമെ മറ്റ് 3 സേനകളുടെ മേധാവിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. നാളെയാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം ചേരുന്നത്. നമുക്കറിയാം, രാജ്യത്ത് സൈനിക നീക്കം പോലെ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട യോഗമാണ് നാളെ ചേരുന്നത്. ഈ യോഗത്തിന് മുമ്പായി പല തലത്തിലുള്ള യോഗങ്ങളാണ് പൂർത്തിയായത്. ഇന്ന് ചേർന്ന യോഗത്തിന് മുന്നോടിയായി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. അതിനു മുമ്പായി പ്രതിരോധ മന്ത്രി പ്രത്യേകം സംയുക്ത സേനാ മേധാവിയെ കാണുന്നു. അങ്ങനെ പലവട്ടമുള്ള ചർച്ചകൾ പല തവണകളായി പൂർത്തിയായതാണ്. അങ്ങനെ നാളത്തെ യോഗത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ സൈനിക നീക്കത്തിലേക്ക് കടക്കുകയാണോ എന്ന ഒരു ആകാംക്ഷയുയർന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം ഇപ്പോഴത്തെ ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടല്ല താൻ ഈ പരാമർശിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ മറ്റു ചില സൂചനകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുന്നില്ല, എന്തുകൊണ്ട് ഇന്ത്യ ഒരു സൈനിക നീക്കത്തിന് തയ്യാറാവുന്നില്ല എന്ന ചോദ്യം പലവട്ടം പ്രതിപക്ഷമടക്കം ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മൗനം എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിനൊക്കെയുള്ള മറുപടി നാളത്തെ ദിവസം പ്രതീക്ഷിക്കാമോ എന്നതാണ് ചോദ്യം. പക്ഷേ അതേസമയത്ത് തന്നെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയത്ത് തന്നെ PM ഗായബ് എന്നുള്ള പോസ്റ്റർ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് അത് രാജ്യം ഒറ്റക്കെട്ടല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ മോശമായി പോയി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഒരുപക്ഷെ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രതികരണം അല്പം വൈകിപ്പോയോ എന്ന തോന്നലാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും അത്തരമൊരു നീക്കമുണ്ടായത്. നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് ഈ പെഹൽഗാം സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനവും മറ്റു നീക്കങ്ങളിലേക്കും കേന്ദ്ര സർക്കാർ കടന്നതിനപ്പുറത്തേക്ക് ഇനി എന്താണ് തുടർ നീക്കം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പ്രത്യേകമായി സിന്ധു നദിയിലെ വെള്ളം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. അതിനപ്പുറം അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിക്ക് കേന്ദ്രം ഒരുങ്ങുന്നു എന്ന സൂചനകളൊന്നും പങ്കുവച്ചിരുന്നില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മൗനം പുലർത്തുന്ന നിലപാടുണ്ടായിരുന്നു. ഇതാണ് കോൺഗ്രസ് ചോദ്യം ചെയ്തത്. ഒരേ സമയം രാജ്യത്തിനൊപ്പം നിൽക്കുന്നു, കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്വീകരിക്കുന്ന മൗനമാണ് കോൺഗ്രസ് ആയുധമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഈ പ്രതികരണങ്ങളൊക്കെ പാകിസ്ഥാനിലും ചർച്ചയായി. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യക്കെതിരെ അത് ആയുധമാക്കുകയും കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ട കാഴ്ചയാണ്. എന്തായാലും ഈ ചോദ്യത്തിനൊക്കെയുള്ള മറുപടി നാളത്തെ ദിവസം ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം സൂചനകൾ ഡൽഹിയിൽ നിന്ന് വരുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ. അതേസമയത്ത് തന്നെ വിദേശമന്ത്രി തുടർച്ചയായിട്ട് ട്വീറ്റുകൾ നൽകുന്നുണ്ട്. അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ ഏത് രീതിയിലാണ് ചിത്രീകരിക്കുന്നത് എന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ്. അത് മാത്രമല്ല ലോകരാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നതിനും വേണ്ടിയാണല്ലോ. അത്തരത്തിലുള്ള ഏതെല്ലാം തരത്തിലുള്ള നീക്കം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നടക്കുന്നുണ്ട്? മറ്റു പ്രതികരണങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ട് സജിത്? മഞ്ജുഷ, അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഒരേ സമയം സൈനിക നീക്കത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നയതന്ത്ര തലത്തിൽ രാജ്യാന്തര തലത്തിൽ ഇന്ത്യ വലിയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തുടക്കം മുതൽ നടത്തുന്നുണ്ട്. ആ തുടർച്ച ഇപ്പോഴുമുണ്ട്. കാരണം ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. തുടർച്ചയായി ഇന്ത്യയെ ഇങ്ങോട്ട് വിളിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അതേസമയം തന്ത്രപ്രധാന രാജ്യങ്ങളെ ഇന്ത്യ അങ്ങോട്ട് വിളിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തുകയും എന്താണ് സംഭവിച്ചതിന്റെ തെളിവുകളടക്കം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുമുണ്ട്. ഈ തരത്തിൽ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇന്ന് UN-ൽ കണ്ട കാഴ്ചയാണ്. ഇന്ത്യ തങ്ങളുടെ നിലപാടുകൾ പരസ്യമായി ശക്തമായി ഉന്നയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഒരേ സമയത്ത് നയതന്ത്ര നീക്കങ്ങൾ നടത്തി ഒരു മേൽക്കൈ നേടാൻ ഇന്ത്യ ശ്രമങ്ങൾ നടക്കുന്നു. അതേസമയം മറുവശത്ത് തിരിച്ചടിക്കുള്ള സാധ്യതകൾ തേടുകയും ചെയ്യുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ഇനിയും നയതന്ത്ര നീക്കങ്ങൾ പലതുമുണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ പല വിദേശ രാജ്യങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അത്തരം ആശയവിനിമയങ്ങൾ ട്വിറ്റർ X അക്കൗണ്ടിലൂടെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ യോഗമാണ് ഡൽഹിയിൽ പൂർത്തിയായത്. പ്രധാനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 3 സൈന്യത്തിന്റെയും തലവന്മാർ പങ്കെടുത്തിരുന്നു. സംയുക്ത സൈനിക മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുത്തതാണ്. എന്തായാലും നിർണായകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. നാളെയും അതിനിർണായകമായ യോഗം ചേരാനിരിക്കുകയാണ്. രാജ്യം പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാളെയോടുകൂടി ചിത്രം പൂർത്തിയാകും. ഒരു പൂർണ്ണ ചിത്രം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്.